കേരള ടു മണാലി സീരീസ് പാർട്ട് 5. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 3-4 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ സരോജിനി മാർക്കറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല, ഒരു 100 മീറ്റർ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സരോജിനി മാർക്കറ്റിലെത്തി. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. നമുക്ക് ആകെ കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് ജാക്കറ്റ്സും ഷൂസും മാത്രമേ തൽക്കാലം വാങ്ങുന്നുള്ളൂ. ബാക്കി പർച്ചേസിംഗ് ഒക്കെ തിരിച്ചു വരുമ്പോൾ 3-4 ഷോപ്പിൽ കയറി ജാക്കറ്റ്സും ബൂട്ട്സും ഒക്കെ നോക്കി അവസാനം നമ്മൾ ബാർഗെയിനിങ് ചെയ്ത് വാങ്ങി. ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ വേറൊരു ഷോർട്സിലായിട്ട് പറയാമേ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം അടുത്ത മെട്രോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. ക്ലോക്ക് റൂമിലാണ് നമ്മുടെ ബാഗൊക്കെ ഇരിക്കുന്നത്. മണാലിക്ക് പോകാനുള്ള ബസ് വരുന്നത് കാശ്മീരി ഗെയിലാണ്. അതുകൊണ്ട് ക്ലോക്ക് റൂമിൽ നിന്ന് ബാഗെല്ലാം എടുത്ത് നമ്മളൊരു ക്യാബ് വിളിച്ചാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും മണാലിക്കാണ് പോകുന്നതെങ്കിലും വേറെ വേറെ ബസ്സിലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ ടൈമിങ്ങിലും വ്യത്യാസമുണ്ട്. ആദ്യത്തെ ബസ് വരുന്നത് ജാസിനും അനസിനുമാണ്. സോ അവർ നേരത്തെ പോയി. ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ബസ്സൊക്കെ പോയെന്ന്. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ എത്തിക്കഴിഞ്ഞാണ് ബസ് എടുത്തത്. ഇനി ബാക്കി വിശേഷം അടുത്ത ഷോർട്സിൽ. ബൈ ഫ്രം നസ്ന.